വാർത്തയിലേക്ക് വിശദമായി. സമരപാതയിൽ സിൽവർ ലൈൻ. സിൽവർ ലൈൻ വിരുദ്ധ പ്രതിഷേധ ചൂടിൽ കേരളം. കോട്ടയത്തും മലപ്പുറത്തും തിരുനാവായയിലും പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായി. കോട്ടയം നട്ടാശ്ശേരി കുഴിയാലിപ്പടിയിൽ കേരയിൽ ഉദ്യോഗസ്ഥർ സ്ഥാപിച്ച അതിരുകല്ല് നാട്ടുകാർ പിഴുതെറിഞ്ഞു. കോഴിക്കോട് കലായിലും എറണാകുളം ചോറ്റാനിക്കരയിലും സർവേ നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചു. സിൽവർ ലൈൻ വിരുദ്ധ പ്രതിഷേധങ്ങൾ ഓരോ ദിവസവും കൂടുതൽ ശക്തിപ്പെടുകയാണ്. ഇന്ന് വൻ പോലീസ് സന്നാഹത്തോടെയാണ് കോട്ടയം കുഴിയാലിപ്പടിയിലും മലപ്പുറം തിരുനാവായിലും അതിരുകല്ലിടാൻ ഉദ്യോഗസ്ഥരെത്തിയത്. നട്ടാശ്ശേരി കുഴിയാലിപ്പടിയിൽ പ്രദേശത്തേക്കുള്ള പ്രധാന വഴികളെല്ലാം അടച്ചും നാട്ടുകാരെ തടഞ്ഞുമായിരുന്നു നടപടി. എന്നാൽ റബ്ബർ തോട്ടങ്ങളിലൂടെയും കുറ്റിക്കാടുകളിലൂടെയും നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി. വികസനമെന്ന് പറഞ്ഞാൽ ഇത് വികസനമാണോ? ഇത് മനുഷ്യരെ ലക്ഷക്കണക്കിന് ആൾക്കാരെ കുടിയൊഴിപ്പിച്ചത് വികസനമാണോ? എന്നാ പറയാൻ ഇനി വരുന്നതിന്റെ ബാക്കി ചത്താ ചത്തു, ജീവിച്ചാ ജീവിച്ചല്ലാതെ ഇപ്പൊ ഇനി എന്നാ പറയുന്നു. ഇവർക്കൊരു ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇനി പറഞ്ഞിട്ട് എന്തായാലും കാര്യമുണ്ടോ? ഈ അരി ഞങ്ങൾ തിരിച്ച് റേഷൻ കടയിൽ മേടിച്ചോണ്ട് പോയപ്പോ ഞങ്ങളാരും അറിഞ്ഞില്ല. ഞങ്ങളുടെ ഒലച്ചാറാന്ന് അറിഞ്ഞില്ല. ഇങ്ങനെ ഒരു ബുദ്ധി ഈ പുള്ളി വെച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. എനിക്ക് എന്നെ അറസ്റ്റ് ചെയ്താൽ എനിക്ക് ഒരു പേടിയില്ല. നിങ്ങൾ എന്നെ കൊണ്ടുപോകും, അങ്ങേയറ്റം നിങ്ങൾ വെടിവെച്ച് കൊല്ലും. അറിയാവോ, EMSന്റെ കാലത്ത് ഒരു ഗർഭിണിയാക്കുന്നതാ. കുഴിയാലിപ്പടിയിൽ സ്ഥാപിച്ച അതിരുകല്ല് നാട്ടുകാർ പിഴുതെറിഞ്ഞു. ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തടയുകയും ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. പ്രതിഷേധം ശക്തമായതോടെ ബലം പ്രയോഗിച്ച് കല്ലിടാനുള്ള ശ്രമത്തിൽ നിന്നും പോലീസും കേരയിൽ ഉദ്യോഗസ്ഥരും പിൻവാങ്ങി. മലപ്പുറം തിരുനാവായ പല്ലാറിൽ പോലീസ് എത്തുമെന്ന വിവരത്തെ തുടർന്ന് സ്ത്രീകളടക്കം നിരവധി പേർ പ്രതിഷേധവുമായി എത്തി. ഞങ്ങൾക്ക് ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങൾ എതിർക്കും. പിന്നെ എന്തിനാ ഈ ഒരു റെയിലോ ഈ ഒരു വണ്ടിയോ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാനൊന്നല്ലല്ലേ, മന്ത്രിമാർക്ക് കിടക്കാനുള്ളതല്ലേ. മന്ത്രിമാർക്ക് കിടക്കാനും വേണ്ടിയിട്ട് ഇപ്പൊ ഞങ്ങളെ ഇടങ്ങറാക്കിയിട്ട് ഒരു റെയിൽ പോകേണ്ട ആവശ്യമില്ല. 12 മണിയോടെയാണ് പല്ലാറിൽ വൻ പോലീസ് സന്നാഹത്തോടെ ഉദ്യോഗസ്ഥർ എത്തിയത്. മുദ്രാവാക്യം വിളിച്ചും മനുഷ്യച്ചങ്ങല തീർത്തും ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. പോലീസ് എത്തിയതോടെ സംഘർഷമായി. തുടർന്ന് സർവേ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ഇന്നലെ ശക്തമായ പ്രതിഷേധമുണ്ടായ കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ ഇന്നത്തെ സർവേ നടപടികൾ മാറ്റിവെച്ചു. അലൈൻമെന്റിൽ ചില മാറ്റങ്ങളുണ്ടെന്നും ഇത് പരിശോധിച്ച ശേഷം സർവേ പുനരാരംഭിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. എന്നാൽ പ്രതിഷേധം പരിഗണിച്ചാണ് താൽക്കാലികമായി സർവേ നിർത്തിവെച്ചതെന്നാണ് സൂചന. കേസിൽപ്പെടുന്നവർക്ക് നിയമസഹായം നൽകാൻ ചോറ്റാനിക്കരയിൽ ചേർന്ന കോൺഗ്രസ് യോഗം തീരുമാനിച്ചു. ന്യൂസ് 18 കോട്ടയം, മലപ്പുറം. കോട്ടയത്തും പത്തനംതിട്ടയിലും എറണാകുളത്തും സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. കോട്ടയം കളക്ടറേറ്റിലേക്ക് പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ കളക്ടറേറ്റ് വളപ്പിൽ പ്രതിഷേധ കല്ലുകൾ സ്ഥാപിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് തടയാൻ ശ്രമിച്ചതോടെ പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റിന് മുന്നിലും സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എറണാകുളം കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. ഓഫീസിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു.
സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിന് പിന്നിൽ തീവ്രവാദ സംഘടനകളാണെന്ന മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തിനെതിരെ ബിജെപി ചെങ്ങന്നൂരിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സജി ചെറിയാന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ തോതിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. കെയറയിൽ എംഡിക്കുള്ള വിവരം പോലും സജി ചെറിയാനോ മറ്റു മന്ത്രിമാർക്കോ ഇല്ലെന്ന് ബിജെപി നേതാക്കൾ പരിഹസിച്ചു. സിൽവർ ലൈൻ പദ്ധതിയെ അനുകൂലിച്ചും എതിർത്തും ഭരണ പ്രതിപക്ഷ നേതാക്കളുടെ വാക്പോര്. ഈ സമരത്തിന് വയൽക്കിളി സമരത്തിന്റെ ഗതി വരുമെന്ന് AK ബാലനും സമരത്തിന് പിന്നിൽ വിവരദോഷികളെന്ന് EP ജയരാജനും പറഞ്ഞു. സമരത്തിലുള്ളവരെ മുഖ്യമന്ത്രിയും കൂട്ടരും അധിക്ഷേപിക്കുന്നത് അധികാരം തലയ്ക്ക് പിടിച്ചതിനാലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കമ്മീഷൻ നേടുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ പറഞ്ഞു. അതേസമയം സിൽവർ ലൈൻ സംബന്ധിച്ച ചോദ്യത്തിൽ നിന്ന് റവന്യൂ മന്ത്രി K രാജൻ ഒഴിഞ്ഞുമാറി. കോൺഗ്രസ് നേതാക്കൾ ഇന്നും രൂക്ഷമായ വിമർശനമാണ് സർക്കാരിനെതിരെ ഉയർത്തിയത്. മുഖ്യമന്ത്രി ആരെയാണ് ഈ ഭയപ്പെടുത്തുന്നത്? ഭയമുണ്ടാവും, അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകൾക്ക് ഭയമുണ്ടാവും, അദ്ദേഹത്തെ പേടിയുണ്ടാവും. കാരണം പേടിപ്പിച്ചാണ് മുഖ്യമന്ത്രി ഭരിക്കുന്നത്. പാർട്ടിയിൽ ചർച്ചയില്ല, ക്യാബിനറ്റിൽ ചർച്ചയില്ല, ഇടതുമുന്നണിയിൽ ചർച്ചയില്ല. ചർച്ച ചെയ്യാതെ അവിടെ നടക്കും. പക്ഷേ കൂടെ കുറെ ആളുകൾ ഭയന്ന് കൂടെ നിൽക്കുന്നുണ്ട് എന്ന് കരുതി നാട്ടിലുള്ള എല്ലാ ആളുകളും ഭയന്നാണ് നിൽക്കുന്നത് എന്ന് മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കരുത്. കൂടെയുള്ളവരെ കണ്ണാടിയിൽ കൂടി ഞങ്ങളെ നോക്കി കാണരുത്. ആര് പറഞ്ഞിട്ടാണ് ഈ തീരുമാനമെടുത്തത്? മുഖ്യമന്ത്രി പറയേണ്ട അതിനകത്താണ് അഴിമതി നടക്കുന്നത്. അടുക്കളക്കകത്തും കല്ലിടുന്ന ഒരു കേരയിൽ ഞങ്ങൾക്കിവിടെ വേണ്ട എന്നുള്ളത് തന്നെയാണ് ജനങ്ങളുടെ പൊതുവികാരം. മുഖ്യമന്ത്രിക്ക് ദാരി വെട്ടി തരും, അതുകൊണ്ട് നമുക്ക് വെറും വാക്കല്ല എന്ന് പറയും. ഇതുവരെ കൊടുത്തിട്ടുള്ളതെല്ലാം വെറും വാക്കുകളാണ്. ജനങ്ങളെ ഇതിന്റെ പേരിൽ കബളിപ്പിക്കാം എന്ന് ധരിക്കണ്ട. സിൽവർ ലൈൻ പദ്ധതിയിലൂടെ കമ്മീഷൻ നേടുകയെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. The state government or the leaders, some of the leaders in the government wants to make some commission, some money, fill their pockets. That's the ultimate aim of this project. ശബരിമലയിൽ സംഭവിച്ചത് സിൽവർ ലൈൻ വിഷയത്തിലും മുഖ്യമന്ത്രിക്ക് സംഭവിക്കുമെന്ന് K സുരേന്ദ്രൻ. ശബരിമലയുടെ അതേ അനുഭവമായിരിക്കും കേരയിൽ വിഷയത്തിൽ സർക്കാരിന് സംഭവിക്കാൻ പോകുന്നു. എങ്ങനെയും ഒരു വെടിവയ്പുണ്ടാക്കി രക്തസാക്ഷിയെ സൃഷ്ടിക്കാനാണ് ചിലരുടെ ശ്രമമെന്ന് AK ബാലന്റെ ആരോപണം. നാടിന്റെ വികസനമാണ് പ്രശ്നം. നമ്മളെല്ലാം മരിക്കൂ. ലോകാവസാനം വരെ ക്യാമനാൾ വരെ നമ്മളെല്ലാം ജീവിച്ചിരിക്കുക. ഈ നാട് വേണ്ടേ? ആ വയൽക്കിളി കളി പേടിയാണുള്ളത്. എവിടെ പോയി? അതിന് നേതൃത്വം കൊടുത്തവരും അവരുടെ കൂടെ നിന്നവരും ഇപ്പൊ CPI-M-ലാണ്. എന്നിട്ടൊരു പാൻ കേരള അജിറ്റേഷൻ കേരള വിരുദ്ധ മുന്നണി രൂപം കൊണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് അതിന്റെ ഒരു ഭാഗം. അത്ര വേഗതയില്ലാതെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സെമി സ്പീഡുള്ള പദ്ധതിയെ എതിർക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കേരളത്തിനെതിരായിട്ട് നിലപാടാണ്. സർവേ കുറ്റി പറിക്കുന്ന കോൺഗ്രസിന്റെ കുറ്റി ഉടൻ തന്നെ ജനങ്ങൾ പിഴുതെറിയുമെന്നായിരുന്നു MM മണിയുടെ പ്രതികരണം. അതിവേഗ റെയിൽവേയുടെ സ്കീം കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി അല്ലേ? ആണക്കേടെ കൂട്ടത് പറയണ്ടേ ഉമ്മൻചാണ്ടി? എന്നാലും ഇടച്ചോണ്ടിരിക്കുക പറയണ്ടേ ഞങ്ങൾ കൊണ്ടുവന്നാന്ന്? 20 കോടിയിലധികം രൂപയും മുടക്കിയിട്ടുണ്ടായിരുന്നു. സമരത്തിൽ ജനങ്ങളില്ലെന്നും പങ്കെടുക്കുന്നവർ വിവരദോഷികളെന്നും EP ജയരാജൻ. ഈ കേരളയിൽ വിരുദ്ധ സമരത്തിൽ ജനങ്ങളില്ല. പിന്നെ ഇത് വിവരമില്ലാത്ത കുറച്ച് വിവരദോഷികൾ, തെക്കും വടക്കുമില്ലാത്ത കുറേ എണ്ണം. കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ 6 വഷളന്മാരെ കൈമിലാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്തും കാണിച്ചു കൂട്ടുകയാണ്. അതിന്റെ ഭാഗമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. സിൽവർ ലൈൻ സംബന്ധിച്ച ചോദ്യത്തിൽ നിന്ന് റവന്യൂ മന്ത്രി K രാജൻ ഒഴിഞ്ഞുമാറി. അതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം ഇപ്പൊ ഞാൻ പറയുന്നില്ല. അത് പറയേണ്ട ഘട്ടത്തിൽ പറയാം. പാർട്ടിയുടെ അഭിപ്രായമാണെങ്കിൽ പാർട്ടി ലീഡർഷിപ്പ് പറയും, ഗവൺമെന്റ് അഭിപ്രായമാണെങ്കിൽ പിന്നീട് പറയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സിൽവർ ലൈൻ പ്രതിഷേധത്തിനിടെ കോട്ടയം മാടപ്പള്ളിയിലുണ്ടായ പോലീസ് നടപടിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കുട്ടിയുടെ മുന്നിലിട്ട് അമ്മയെ വലിച്ചിഴച്ചതിനും പുരുഷ പോലീസുകാർ സ്ത്രീകളെ പിടിച്ചു വലിച്ചതിനുമാണ് കേസ്. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വീണ S നായരുടെ പരാതിയിലാണ് നടപടി. 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് കോട്ടയം പോലീസ് മേധാവിയോട് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു. പാതയോരത്തെ കൊടിതോരണങ്ങൾ നീക്കം ചെയ്യുന്ന വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ഉത്തരവ് മറികടക്കാൻ സർവകക്ഷി യോഗം വിളിച്ചതിനെതിരെയായിരുന്നു വിമർശനം. കോടതി ഉത്തരവുകളോട് ഇതാണോ സമീപനമെന്ന് ചോദിച്ച കോടതി ഇതാണ് സമീപനമെങ്കിൽ പുതിയ കേരളമെന്ന് പറയരുതെന്ന് വ്യക്തമാക്കി. കോടതി ഉത്തരവുകൾ ലംഘിക്കാനുള്ളതാണെന്ന് ഒരു വിഭാഗം കരുതിയാൽ എങ്ങനെ മുന്നോട്ടു പോകുമെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. കൊടിതോരണങ്ങൾ വെക്കാൻ അനുമതി വേണമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം. എന്നാൽ പാർട്ടികളിത് കോടതിയിൽ പറയാൻ ധൈര്യം കാണിക്കുന്നില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞു.
കോടതിയുടെ ഇടപെടലോടെ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കിയ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ കോടതി ചൂണ്ടിക്കാട്ടി. കോടതി ഇടപെടലിനെ തുടർന്നാണ് കൊച്ചിയിൽ കഴിഞ്ഞ വർഷം ഒരു വീട്ടിൽ പോലും വെള്ളം കയറാതിരുന്നതെന്നും കോടതി പറഞ്ഞു. പാതയോരത്തെ കൊടിതോരണങ്ങൾ നീക്കണമെന്ന ഉത്തരവ് നടപ്പാക്കാൻ ഹൈക്കോടതിയിൽ കൂടുതൽ സമയം ആവശ്യപ്പെടണമെന്ന് സർവകക്ഷി യോഗം തീരുമാനിച്ചിരുന്നു. പാതയോരത്തെ കൊടിതോരണങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തരുതെന്ന് സർക്കാർ കോടതിയോട് ആവശ്യപ്പെടാനിരിക്കുകയായിരുന്നു. കാൽനടക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി പാതയോരങ്ങളിൽ സ്ഥാപിച്ച കൊടിതോരണങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഹൈക്കോടതി മുമ്പ് പലതവണ നിർദ്ദേശിച്ചിരുന്നു. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കൊച്ചി നഗരത്തിൽ കൊടിതോരണങ്ങൾ സ്ഥാപിച്ചതിലായിരുന്നു കോടതിയുടെ ഇടപെടൽ. ന്യൂസ് 18 കൊച്ചി. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപുമായി അടുത്ത ബന്ധം പുലർത്തുന്ന 2 യുവതികളെ ചോദ്യം ചെയ്ത് ക്രൈംബ്രാഞ്ച്. മലയാള സിനിമയിലെ മുൻനിര നടിയെ ഉടൻ ചോദ്യം ചെയ്തേക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ദിലീപിനും നോട്ടീസ് നൽകും. ദിലീപുമായി അടുത്ത ബന്ധമുള്ള വ്യവസായ സംരംഭം കൂടിയായ സീരിയൽ താരം, പബ്ലിക് റിലേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന യുവതി എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തത്. നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരുവരുമായും ദിലീപ് ചർച്ച ചെയ്തിരുന്നതായാണ് വിവരം. ഇതിന്റെ ഫോൺ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. വിവാഹശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയും അടുത്തിടെ സിനിമാ ലോകത്തേക്ക് തിരികെ വരികയും ചെയ്ത നടിയുമായും ദിലീപ് തുടർച്ചയായി ആശയവിനിമയം നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. വ്യക്തിബന്ധത്തിനപ്പുറം ഇരുവരും തമ്മിൽ കേസ് സംബന്ധിച്ച ആശയവിനിമയം നടന്നുവെന്നാണ് പരിശോധിക്കുന്നത്. മൊഴി നൽകാൻ ഹാജരാവുന്നതിനായി നടിക്ക് ഉടൻ നോട്ടീസ് നൽകുമെന്നാണ് സൂചന. ഈ നടി ഉൾപ്പെടെ 12 പേരുമായുള്ള സന്ദേശങ്ങൾ മായ്ച്ചു കളഞ്ഞതായി കണ്ടെത്തുന്നുണ്ട്. ഇവരിൽ തന്നെ 4 പേരുമായും സ്വകാര്യ സംഭാഷണത്തിനുമപ്പുറം അന്വേഷണം സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചതായും സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ നടത്തിയ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് നിർണായക തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് ദിലീപിനെ ചോദ്യം ചെയ്യുന്നത്. ന്യൂസ് 18 കൊച്ചി. ദിലീപിന്റെ മൊബൈൽ ഫോണിലെ രേഖകൾ നശിപ്പിക്കാൻ സഹായിച്ച IT വിദഗ്ധൻ സായി ശങ്കറിന്റെ മുൻകൂർ ജാമ്യ ഹർജി നിലനിൽക്കുന്നതല്ലെന്ന് ഹൈക്കോടതി. സായി ശങ്കറിനെ നിലവിൽ പ്രതി ചേർത്തിട്ടില്ല. സാക്ഷിയായാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ ബീർഭൂമിൽ രാഷ്ട്രീയ കലാപം. തീവെപ്പിൽ 10 പേർ വെന്തു മരിച്ചു. തൃണമൂൽ പ്രവർത്തകരാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സംഭവത്തിൽ സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. ബീർഭൂം രാംപുരോഹത് പോലീസ് സ്റ്റേഷൻ ഇൻചാർജിനെയും SDPOയെയും സസ്പെൻഡ് ചെയ്തു. പശ്ചിമ ബംഗാളിലെ ബീർഭൂം ജില്ലയിലെ ബോക്തോയി ഗ്രാമത്തിലാണ് സംഭവം. തൃണമൂൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് ബാദു ഷെയ്ഖിനെ അജ്ഞാത സംഘം ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തി. കൊലപാതകത്തെ തുടർന്ന് TMC പ്രവർത്തകർ വീടുകൾക്ക് തീവെച്ചതായാണ് ആരോപണം. 20ഓളം വീടുകൾക്കാണ് തീയിട്ടത്. താമസക്കാരെ വീടിനകത്ത് പൂട്ടിയിട്ട ശേഷമാണ് തീ കൊളുത്തിയത് എന്നാണ് വിവരം. സംഭവമറിഞ്ഞെത്തിയ അഗ്നിശമന സേനയെ അക്രമികൾ വഴിയിൽ തടഞ്ഞു. തൃണമൂൽ പ്രവർത്തകരാണ് അക്രമം നടത്തിയതെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. എന്നാൽ അക്രമ സംഭവങ്ങൾക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് TMC ജനറൽ സെക്രട്ടറി കുനാൽ ഘോഷ് പ്രതികരിച്ചു. സംഭവത്തിൽ സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. ബീർഭൂം രാംപുരാഹത് പോലീസ് സ്റ്റേഷൻ ഇൻചാർജ് ഓഫീസറെയും SDPOയെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കലാപമേഖലയിൽ വൻ പോലീസ് സന്നാഹമാണ് ഉള്ളത്. ന്യൂസ് 18 ഡൽഹി. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. വാർത്തകൾ തുടരുന്നു. ജനങ്ങൾക്ക് കടുത്ത പ്രഹരമായി ഇന്ധനവില വർദ്ധിപ്പിച്ചു. ഗാർഹിക സിലിണ്ടറിന് 50 രൂപയാണ് ഒറ്റയടിക്ക് കൂട്ടിയത്. പെട്രോൾ ലിറ്ററിന് 88 പൈസയും ഡീസലിന് 85 പൈസയും കൂട്ടി. ഡീസൽ വില വർധനയിൽ KSRTCയുടെ ഹർജിയിൽ ഇടക്കാല ഉത്തരവില്ല. എണ്ണക്കമ്പനികൾ വില വർദ്ധിപ്പിച്ച നടപടി സ്റ്റേ ചെയ്യണമെന്ന KSRTCയുടെ ആവശ്യം ഹൈക്കോടതി നിരസിച്ചു. വില വിവരം അടക്കമുള്ള വിശദാംശങ്ങൾ ഹാജരാക്കാൻ എണ്ണക്കമ്പനികളോട് കോടതി നിർദ്ദേശിച്ചു. കേസ് ഏപ്രിൽ 4 വീണ്ടും പരിഗണിക്കും. കേന്ദ്ര സർവകലാശാലകളിലെ പ്രവേശനത്തിന് ഇനി മുതൽ പൊതുപ്രവേശന പരീക്ഷ. +2 മാർക്കുകൾ പ്രവേശനത്തിനായി പരിഗണിക്കില്ല. പൊതുപ്രവേശന പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാകും പ്രവേശനം അനുവദിക്കുകയെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. JNU, ഡൽഹി തുടങ്ങി രാജ്യത്തെ 45 കേന്ദ്ര സർവകലാശാലകൾക്ക് തീരുമാനം ബാധകമാണ്. +2 സിലബസ് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാകും പ്രവേശന പരീക്ഷയിൽ ഉണ്ടാവുക. മലയാളം അടക്കം 13 ഭാഷകളിൽ പരീക്ഷ എഴുതാൻ സൗകര്യം ഉണ്ടാകും. So, in order to make the life of the students easy, UGC ने decide किया आगे admissions के लिए 2022-23 admissions UG admissions के लिए सभी central universities में हम CUET को compulsory किया. സെഷൽസിൽ നാവികസേന തടവിലാക്കിയ 61 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളിൽ 56 പേർ മോചിതരായി. സമുദ്രാതിർത്തി ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയതിനാണ് ഇവരെ തടവിലാക്കിയത്. ബോട്ടുകളിലെ ക്യാപ്റ്റന്മാരായ 5 തമിഴ്നാട്ടുകാരെ സെഷൽസ് സുപ്രീംകോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു.
മോചിതരായവരിൽ 2 പേർ മലയാളികളും 5 പേർ അസംകാരും ബാക്കിയുള്ളവർ തമിഴ്നാട്ടുകാരുമാണ്. ഇവരെ വ്യോമസേനാ വിമാനത്തിൽ നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ ഹൈക്കമ്മീഷണറുടെ നേതൃത്വത്തിൽ ശ്രമം തുടങ്ങി.